ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി സേമിയയും നേന്ത്രപ്പഴവും വെച്ചുള്ള ഒരു ഇലയടയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 150 ഗ്രാമിൻ്റെ സേമിയ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 2 നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം, അതിലൊരു 1.5 പഴം മതിയാവും. പിന്നെ ഇത്രയും തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്കായ. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു 2 വലിയ ശർക്കരപ്പാനിയാണ്. ഞാൻ വളരെ ലൂസായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സേമിയ ഇതേപോലെ എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ 1.5 പഴമാണ് എടുത്തിരിക്കുന്നത്, ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഇലയാണ്. നല്ലപോലെ വാഴയില കഴുകി വൃത്തിയായി തുടച്ച് വെച്ചതാണ്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കുക. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആ തേങ്ങ കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകുന്നു വേണ്ട, ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറണം. ആ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയം നമുക്ക് അതിലേക്ക് ആ പഴം കൂടി ചേർത്ത് കൊടുക്കാം. പഴം നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറി ആ നെയ്യിൻ്റെയൊക്കെ ഒന്ന് മണം പിടിച്ച് വന്നാൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക, പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഈ സമയത്ത് ഞാൻ അതൊക്കെ ആ ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ഫ്രൈ പാനിൽ വീണ്ടും 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അതിന് ശേഷം ആ പൊടിച്ച് വെച്ചിരിക്കുന്ന സേമിയ അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാക്കിയിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നല്ല ഹെൽത്തി അട തന്നെ ആവും. സേമിയ എല്ലാം ഒന്ന് ബ്രൗൺ നിറമായിട്ട് അതും ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, അതായത് ഒരു ഗ്ലാസ് മുഴുവനില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് അല്പം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ആ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ വെള്ളം എന്തായാലും മതിയാവില്ല, കാരണം ശർക്കരപ്പാനി ഉണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഏലക്കായ ചതച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയ സേമിയ ഒന്ന് ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആ ബാക്കി ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ബാക്കി കൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളമായിട്ടുണ്ടാകും. അപ്പോൾ നല്ലപോലെ തിളച്ച് വറ്റി വരാറായിട്ടുണ്ട്. ഇപ്പം ഞാൻ വെന്തം നോക്കുന്നുണ്ട്, പോരായിട്ടുണ്ട്. 1 സ്പൂണ് വെള്ളം കൂടി ഇപ്പം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതായത് ചൂടാക്കിയ വെള്ളമാണ്. ഇപ്പം നല്ലതുപോലെ നമ്മളെ സേമിയെല്ലാം വറ്റി കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് നേരത്തെ മാറ്റി വെച്ച പഴവും തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമ്മളത് ആ ഇലയിൽ ഓരോ സ്പൂണ് ഇതേമാതിരി നമ്മൾ എത്ര അളവാണ് അതിനനുസരിച്ച് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ അട മടക്കുന്ന ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ്. ഞാൻ ഇതേപോലെയാണ് അതിലേക്ക് മടക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ ഇലയുടെ മണവും കൂടി ആകുമ്പോഴാണ് നമ്മൾക്ക് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ അടയും ഞാൻ അതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഞാൻ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെ മേലെ ഒരു കഷ്ണം വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മടക്കിയ എല്ലാ ഇലയടകളും അതേപോലെ വെച്ച് കൊടുത്തു. എന്നതിന് ശേഷം ഫ്ലെയിം കൂട്ടി കൊടുത്ത് നമ്മളതൊന്ന് 5 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റിയാൽ മതി. കാരണം എല്ലാം വെന്തതാണ്. ആ ഇലയുടെ മണം അതിലേക്ക് ചേർന്ന് പിടിക്കാൻ വേണ്ടിയാണ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു. നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇലയട, സേമിയ പഴം അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്